നമസ്കാരം. ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഹർഷ, മുമ്പുള്ള കുറേ എപ്പിസോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, പോകുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈന്റ് ആയിരുന്നല്ലോ ഹർഷയ്ക്ക്. കംപ്ലൈന്റിലെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടുകളൊന്നും ചൂസ് ചെയ്യുന്നത് ഞാനല്ല. കട്ടിയുള്ള പാട്ടുകളൊക്കെ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് ഈ മനുഷ്യൻ അല്ലല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, നമ്മൾ എപ്പോഴും ഈസിയുള്ള പാട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയുള്ള പാട്ട് ഇടുമ്പോൾ എല്ലാവരും പറയണത് ഇതെന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. അതോടെ അതിന്റെ കാര്യത്തിൽ തീരുമാനം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല 2 വിന്നേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അതെ, നന്നായിട്ട് പാട്ടൊക്കെ പാടി തന്നായിരുന്നു. അതല്ല, ഇതിൽ വിന്നേഴ്സിനെക്കാളും കൂടുതൽ അവർക്ക് പാട്ട് പാടാനുള്ള ഒരു സ്റ്റേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കൊരു സന്തോഷം, ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അതുപോലെ തന്നെ ഒരുപാട് നല്ല സോങ്സുകളൊക്കെ ആയിട്ടാണ്. കട്ടിയുള്ള പാട്ടുകളൊന്നും അല്ല. ആക്ച്വലി ഏത് സിമ്പിൾ പാട്ടാണെങ്കിലേ ഈ പാട്ടുകൾ കൃത്യമായിട്ട് കേൾക്കാത്തവർക്ക് എല്ലാം ടഫായിട്ട് തോന്നും അല്ലെ. പെട്ടെന്ന് വരികളൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തോന്നുന്നതാണ്. അല്ലാണ്ട് ചേട്ടൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നും എനിക്ക് തോന്നുന്നു എളുപ്പമുള്ള പാട്ടല്ലേ. പിന്നെ ഹർഷ ഇടയ്ക്ക് പാടി നോക്കാറും കൂടെ ഇല്ലേ? നമുക്ക് അടുത്ത ആദ്യത്തെ കോളുകളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കത്തി കുറച്ചിട്ട് തുടങ്ങാം അല്ലേ? പാട്ട് പാടേണ്ട അവസ്ഥ വന്നാൽ തീർന്ന്. നമുക്ക് ഒരു പാട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പുതിയ മുഖമായിരിക്കും, എനിക്കറിയാം. നല്ല പാട്ടായിരുന്നത്. ഇവിടെ ഇരുന്ന് നന്നായിട്ട് പാടിയല്ലേ. ഒരു എപ്പിസോഡിൽ പോയായിരുന്നു, നമ്മളൊരു പ്രൊമോയിൽ ഹർഷയുടെ ഒരു പാട്ടും നമ്മൾ വിട്ടായിരുന്നു, ജയ് ജയ് ഹർഷ. അതാണ്. എന്തായാലും നമുക്ക് പ്രോഗ്രാം നല്ല സന്തോഷത്തോടെ തുടങ്ങാം. നമ്മളെ പാട്ട് പാടി കേൾപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ കുറെ പേരുണ്ട്. ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം, സന്തോഷത്തോടെ തുടങ്ങാം. അപ്പോൾ ബീറ്റ് ബഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി കാലമായി. ഒത്തിരി പേര് മെയിൽ അയക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പേര് നമ്പർ അയച്ചിട്ട് ഞങ്ങളൊന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ എടുത്തു വെക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ വിളിക്കുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി കാരണം ഇന്ന് ഞങ്ങളൊരു നമ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. അവരെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ. ഹലോ, നമസ്കാരം, ബീറ്റ് ബഫിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് ഷീജയാണ് മാഡം. എന്തായിരുന്നു പേര്? എൻ്റെ പേര് ഷീജ എന്നാണ് പേര്. ഷീജ. ഷീജ എവിടെ നിന്ന് വിളിക്കുന്നു? പേരൂർക്കട, തിരുവനന്തപുരമാണ്. അതെ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ട് പോകുന്നു, നല്ല വിശേഷം. നമുക്ക് ഒരുപാട് മെയിൽസ് വരുന്നുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് പലരെയും നമ്മൾ വിളിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അയക്കുന്നത് നമ്മളെ വിളിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അപ്പം മാഡം എന്തായാലും നമുക്ക് മെയിൽ അയച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ച കോളറാണ്. അത് നമ്മൾ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ അല്ലേ? മനസ്സിലാക്കണം. നമ്മൾ മെയിൽ അയച്ചാലും നമ്മൾ വിളിക്കും എന്നുള്ളതാണ് തെളിവാണിത്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ, ഹസ്ബൻഡ്, 2 മക്കള്. അവരൊക്കെ എന്താ ചെയ്യുന്നേ? മോൻ 10th ഇപ്പം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. മോൾ ഇനി 3rd സ്റ്റാൻഡേർഡിലേക്ക്. ചേച്ചി സ്കൂൾ ടീച്ചർ വല്ലതും ആയിരുന്നോ? സ്കൂൾ ടീച്ചർ അല്ലായിരുന്നു, കുറച്ച് ദിവസം ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്ര സീരിയസ്. അല്ല, പക്ഷെ നമുക്ക് സംസാരത്തിലേ, കാരണം നമ്മുടെ സംസാരത്തില് ഇച്ചിരി സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പ്ലസ് 2 മാത്സ് ടീച്ചർ സംസാരിക്കണ പോലെ മനസ്സിലായോ? അല്ല, നമ്മൾ ഇതുപോലത്തെ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വിളിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആവൂ, നല്ല അടിപൊളിയായിട്ട്. അപ്പൊ പിന്നെ ഐശ്വര്യയുടെ ഒരു പാട്ടോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? അതാണ്. അതോ കുഴപ്പമില്ല, ടെൻഷൻ അത് തീർന്നോടെ. എന്റെ ഊഴം കഴിഞ്ഞു വന്നല്ലേ? പാട്ട് പാടാനൊക്കെ ടെൻഷനാണ്. വലിയ ടെൻഷനൊന്നുമില്ല. എനിക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ടെൻഷൻ. ഇപ്പൊ ഞങ്ങൾക്കാ ടെൻഷൻ. അല്ലല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ വിളിക്കുന്നത്. അതിന്റേതായ പ്രശ്നങ്ങളുണ്ടല്ലേ? എന്റെ മകന്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ വിളിച്ചത്. മോന്റെ പേരെന്താ? മോന്റെ പേര് ആദിൽ. മോൻ പാട്ടൊക്കെ പാടുന്ന ആളാണോ? മോന് പാട്ട് അത്യാവശ്യമൊക്കെ, വലിയ ഇതൊന്നും ഇല്ല. മോനിപ്പോ ഇവിടെ ഇല്ല. മോൻ നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മോൻ കാണുന്നുണ്ട്. അപ്പൊ മോൻ കണ്ടിട്ട് ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ കാണുന്നുണ്ടല്ലോ. മോൻ കണ്ടിട്ട് മോനാണ്
എന്നെ കൊണ്ട് ഇങ്ങനെ മെയിൽ അയപ്പിച്ചത്. നമ്മൾ വിളിച്ച സമയത്ത് കറക്റ്റ് മോൻ സ്ഥലത്തും ഇല്ലാതായി അല്ലേ? ഇപ്പൊ മോൻ ഇവിടെ ഇല്ല. അപ്പൊ നമ്മള് അതിന് വലിയൊരു ഹായ്. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോയാലോ? ആയിക്കോട്ടെ. ഓക്കെ. ഗെയിം അറിയാലോ എന്താണെന്നൊക്കെ? ഞാൻ ഒരു തവണ കണ്ടിട്ടുള്ളൂ, ആ എന്നാലും നോക്കാം. ഓക്കെ. BGM വരും, അതിന്റെ പല്ലവി പാടണം, പാട്ട് പാടണം, അത്രേ ഉള്ളൂ. ഓക്കെ, BGM വരട്ടെ. ആ പാട്ടാണോ? ആ പാട്ട് പാട്ടാ തന്നെയാണ് ചേച്ചി. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. 2 ലൈനെങ്കിലും പാടണം. അതാണ് കറക്റ്റ് ആയിട്ട് 2 ലൈനെങ്കിലും നമുക്ക് പാടി തരണം. ആ പാടിക്കോ പാടിക്കോ, പാടി തുടങ്ങിയതായിരുന്നു. ടെക്നിക്കലി 2 വരി പാടി. മതി. അപ്പൊ എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ആ പാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണതാണ് അല്ലേ? അപ്പൊ എന്തായാലും കുഴപ്പമില്ല, സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം തന്നെ വിളിച്ചിട്ട് ഒരു സമ്മാനം കിട്ടിയല്ലോ അല്ലേ? താങ്ക്സ് ടു ആദിലാണ് കേട്ടോ. താങ്ക്സ് ടു ആദിൽ. ലൈഫിൽ ആദ്യമായിട്ട് സമ്മാനം കിട്ടുവാണോ? അങ്ങനെയല്ല പറഞ്ഞത്, ഞാനിങ്ങനെ ഫോണൊക്കെ വിളിച്ചിട്ട് ആദ്യമായിട്ടാണ് സമ്മാനം. അതാണ് നമ്മുടെ ജയ്ഹിന്ദിലുള്ള ബീറ്റ് ബഫിൽ വിളിച്ചു കഴിഞ്ഞാല് പാട്ട് പാടും സമ്മാനം നേടും. അതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് വിളിച്ചിട്ട് ഇപ്പൊ സമ്മാനമൊക്കെ കിട്ടി കഴിയുമ്പോ ഇച്ചിരി ചിരിയൊക്കെ വരുന്നുണ്ട്. ആ ടീച്ചർ പദവിയിൽ നിന്ന് ഇച്ചിരി താഴോട്ട് വന്നിട്ടുണ്ട്. അല്ലല്ല, ബാങ്കിലെ ജോലി എന്നല്ലേ? അല്ല, നമ്മൾ അങ്ങനെ പറയാൻ കാര്യം എന്തെന്നറിയാമോ? സാധാരണ നോർമലി നമ്മുടെ ഒരു ഫോണിംഗ് പ്രോഗ്രാമിൽ വിളിക്കുമ്പോഴേ ആദ്യമേ തന്നെ എല്ലാരും നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ഇത് ആദ്യമേ തന്നെ ഇങ്ങനെ ആയപ്പോ നമ്മൾ തന്നെ പേടിച്ചു. 2000 രൂപയ്ക്ക് നോട്ട് ചേഞ്ച് ചോദിച്ചപ്പോ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ഇപ്പൊ ശരിയായി, സമ്മാനം കിട്ടിയല്ലോ അല്ലേ? അതുകൊണ്ട് ശരിയായി. അപ്പൊ എന്താ സമ്മാനം എന്നറിയണ്ടേ? സമ്മാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3GB നെറ്റ് പാക്ക് ഉണ്ട്, പ്ലസ് 4wish മാട്രസിന്റെ ഒരു കിടലൻ സമ്മാനം. അങ്ങനെ 2 സമ്മാനങ്ങളാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ. അപ്പൊ ഉടനെ തന്നെ സമ്മാനം വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മൾ ഈ സോങ് തന്നെ ഇപ്പൊ നമ്മൾ എന്തായാലും പ്ലേ ചെയ്യാൻ പോവാണ്. ഈ സോങ്സ് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? അപ്പൊ എന്തായാലും ഇനിയും വിളിക്കുക. ഇനി വിളിക്കുമ്പോ കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിട്ട് ബാങ്കിലെ ജോലി, ടീച്ചർ ജോലിയൊക്കെ മാറ്റിയിട്ട് അല്ലേ? അപ്പൊ ഇനി ഓക്കെ. അപ്പൊ ഞങ്ങളുടെ അന്വേഷണം ആദിലിനോട് പറയണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ പേരൂർ കടയിൽ നിന്ന് ഷീജ ചേച്ചി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഷീജ ചേച്ചി ഞങ്ങൾക്ക് മെയിൽ അയച്ചതായിരുന്നു. ഇങ്ങനെ ഇതാണ് എൻ്റെ നമ്പർ, നിങ്ങളൊന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഞങ്ങൾ വിളിച്ചിരിക്കുന്നു. ഷീജ ചേച്ചി വിളിച്ചു, സമ്മാനം നേടി, ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത്. ചിത്ര ചേച്ചി പാടിയ മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. ഈ സിനിമ ഏതാണെന്നറിയാം ഹർഷയ്ക്ക്? അറിയാം. ഏതാ? നിറക്കൂട്ട്. ഹർഷയ്ക്ക് പെയിന്റിംഗ് ഒക്കെ അറിയാമോ? ഞാൻ ഭയങ്കര ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു അവിടെ ഒരു പെയിന്റ് വരച്ചത്. അല്ല, ഹർഷ അത് വരച്ചതായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറിനായിരുന്നു വരച്ചത്. എന്താ ഉദ്ദേശം? ധോണി ആയി പോയി എന്ന് പറയാനായിരിക്കും. ധോണി ആയിട്ടില്ല, അത് ധോണി ആയിരുന്നു. അത് സച്ചിന് വരച്ചു, ധോണിയാണ് ഉദ്ദേശിച്ചു, പക്ഷെ ധോണിയായി അല്ലേ? എന്ത് ചെയ്യാൻ, എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുക്കൂലല്ലോ. എനിക്ക് സൗന്ദര്യം പോരെ. സൗന്ദര്യമുണ്ട് ഹർഷയ്ക്ക്, പിന്നെ പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട്. ഈ 2 കഴിവ് അതൊക്കെ മതിയല്ലേ? നമ്മളിപ്പോ ബീറ്റ് ബഫിന്റെ 14ാമത്തെ എപ്പിസോഡായി. ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എങ്ങാനും പാട്ട് പാടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്ത് സംഭവിക്കുന്ന എനിക്കറിയാലോ. ഇങ്ങനെ തോണിയൊക്കെ ഇങ്ങനെ. പക്ഷെ ഈ 14 എപ്പിസോഡും കണ്ടിന്യൂസ് കണ്ട ആൾക്കാർക്ക് അറിയാം ഇവരെ കൊണ്ട് പാട്ട് പാടാനൊന്നും കൊള്ളത്തില്ല. പാട്ട് കേൾപ്പിക്കാൻ കൊള്ളാന്നുള്ളതല്ലേ? അതാണ്. പാട്ട് കേൾക്കാനും അതുപോലെ പാട്ട് പാടി സമ്മാനം നേടാനും ആരോ ഒരാള് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നോക്കാം. ഹലോ, ഇതാരാണ്? എന്റെ പേര് സന്ധ്യ. സന്ധ്യ? അതെ. ഓ സന്ധ്യ, എവിടെന്ന് വിളിക്കുന്നു? കോട്ടയം. കോട്ടയത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട്? ലോക്ക്ഡൌൺ ഒക്കെ ലോക്ക്ഡൌൺ ഒന്നും ഇല്ല, ഇവിടെ ആൾക്കാരെല്ലാം സജീവായിട്ട് ഇറങ്ങി. കൊറോണ ആർക്കും പേടിയൊന്നും ഇല്ല അല്ലേ? അവരുടെ പേടിയൊക്കെ പോയെന്ന് തോന്നുന്നു. കൊറോണക്കാന്ന് തോന്നുന്നു ഇപ്പൊ പേടിയല്ലേ? അതെ, കൊറോണ പേടിച്ചോടുന്നു തോന്നുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ നിക്കണ്ട കേട്ടോ. നമ്മള് പറഞ്ഞ പോലെ തന്നെ മാസ്ക് ഇടുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, കൈ കഴുകുക. അതെ. പിന്നെ സന്ധ്യ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ, ഹസ്ബൻഡ്, ഒരു മോൻ.
മോന്റെ പേരെന്താണ്? മോന്റെ പേര് നീരജ്. നീരജ് എന്ത് ചെയ്യാണ്? കൊച്ചുകുട്ടിയാണോ? കൊച്ചുകുട്ടിയല്ല, അവൻ ഇനിയിപ്പോ 10th പഠിക്കുന്നു. ഓ, അപ്പം വലിയ കുട്ടിയാണ്. വലിയ കുട്ടിയാണ്. വലിയ കുട്ടിയാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യാണ് ചേച്ചി? ഹസ്ബൻഡ് ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്നു. ദേവസ്വം ബോർഡിലല്ലേ? എന്താ ചേച്ചി എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ ജോലിയും ചെയ്യുന്നില്ല. നേരത്തെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം ഹൗസ് വൈഫ് ആയാൽ മതി എന്ന് തീരുമാനിച്ചോ? അതെ അതെ. അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അതെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? പാട്ടൊക്കെ പാടുവോ? വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ എന്നാലും അത്യാവശ്യമൊക്കെ വേണം. അത് അത്യാവശ്യമാണ് നമുക്ക് ആവശ്യം. കേട്ടോ, നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തരുമോ? തേനും വയമ്പും മാവിൽ പൂവും വാനം പാടി രാഗം ശ്രീരാഗം പാടോ നീ വീണ്ടും വീണ്ടും വീണ്ടും. ഓക്കെ, ഇത്രയൊക്കെ അറിയാവുള്ളൂ. വീണ്ടും 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 പാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതെ അതെ. ചേച്ചി വേറെ എന്തൊക്കെയാണ് ചേച്ചി ഹോബീസ്? എന്തൊക്കെയാണ് ചേച്ചി? കുക്കിംഗ് ആണോ മെയിൻ ആയിട്ടുള്ള? കുക്കിംഗ് ഉണ്ട്, ചെറുതായിട്ട് തയ്യലുണ്ട്, തയ്യലൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറിൽ DTP നോക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ. അതായത് ഒരു സമയം പോലും വേസ്റ്റ് ആക്കുന്നില്ല. ടൈം ഓരോരോ പണികൾ എടുത്തോണ്ടിരിക്കുകയാണ്. ടൈം കിട്ടുന്ന സമയത്ത് ഉറങ്ങുക, പിന്നെ വല്ലതൊക്കെ വായിക്കുക, പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കുക. അങ്ങനൊന്നും പറയല്ലേ, എനിക്കത് കൊതി വരുത്. ഇറങ്ങുന്നില്ല, അല്ല ഇപ്പൊ പുറത്ത് പോകുന്നില്ല. നമ്മൾ ലോക്ക്ഡൌൺ വന്നതോട് പേടിച്ച് മൊത്തം പുറത്തിറങ്ങുന്നു. വീട്ടിന്റെ പുറത്ത് പോലും ഇറങ്ങി പോകരുത്, അകത്തിരിക്കണം കേട്ടോ. ശരിയാണ്. അല്ല, അതിൽ ഒരു ഹോബി എന്തായാലും ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഉറക്കം നടക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. ഉറക്കമൊക്കെ ഉണ്ട്, കറക്റ്റ് ആയിട്ട് ഉറങ്ങിയിരിക്കും. ഓ, എനിക്ക് പറയുമ്പോ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അല്ല, നേരത്തെ ഒരു പാട്ട് കേട്ടപ്പോ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു ഹർഷ. പിന്നൊന്ന് എണീറ്റതാ. കളിയാക്കല്ലേ ചേച്ചി? ഞാൻ പാട്ട് പാടിയ ചേച്ചി എഴുന്നേക്കുവാണ് ചെയ്യാ, ഓടും. നമ്മളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ്, അത് മനസ്സിലാക്കണം. ചേച്ചി പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? തമിഴ്, ഹിന്ദി, മലയാളം എല്ലാം കേൾക്കാറുണ്ടല്ലോ അല്ലേ? ആണ്. അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് കടന്നാലോ? കടന്നോളൂ. നമ്മളിവിടെ ഒരു തമിഴ് സോങ് ആണ് പ്ലേ ചെയ്യാൻ പോണത്. തമിഴ് സോങ്ങിന്റെ അനുപല്ലവിയാണ് നമ്മളിവിടെ പ്ലേ ചെയ്യണത്. ചേച്ചി അതിന്റെ സ്റ്റാർട്ടിങ് നമുക്കൊന്ന് പാടിത്തരണം. വളരെ എളുപ്പമുള്ള സോങ് ആണ്. സിമ്പിൾ. തുടങ്ങ അങ്ങ് തുടങ്ങുന്നു കേട്ടോ. പാട്ട് കേട്ടു. ഏതാന്ന് മനസ്സിലായില്ല? ഇല്ല, കേട്ടിട്ടുള്ളൊരു പാട്ടാണ്, പക്ഷേ സൂര്യയുടെ പാട്ടങ്ങാണ്ടാണ് തോന്നുന്നത്. എങ്ങാണ്ടല്ല, സൂര്യയുടെ പാട്ട് തന്നെയാണ്. ആണല്ലേ? പക്ഷെ പലൊന്നും കിട്ടുന്നില്ല സഹോദര. അതെന്താ കിട്ടാത്തെ? അത് ഏതാണാവോ? സന്ധി ചേച്ചിയുടെ ഒരു ഇത് പറയട്ടെ ഞാന്. എല്ലാം എന്താ ഡയറക്റ്റ് ആണ്. എനിക്കറിയൂല, എനിക്കറിയാം, ഞാൻ പാടും, അങ്ങനെയാണല്ലേ? അല്ല, നമ്മൾ തുറന്നങ്ങ് പറയല്ലോ. കള്ളത്തിനും പറയുന്നത് അതാണ് പോയിന്റ്. ചേച്ചി അപ്പൊ അത് വിട്ടളയാ അല്ലേ? അതെ, നമുക്ക് വിട്ട് കളയാം. ആൻസർ ഒന്നും വേണ്ടല്ലോ. നിങ്ങൾ പാടിക്കോളൂ, കേൾപ്പിച്ചോളൂ. നമ്മള് ഹർഷ പാടും. പാട്ട് വരട്ടെ, പാട്ട് വരട്ടെ. അറിയാം. സാരമില്ല, പോട്ടെ, വിഷമിക്കൊന്നും വേണ്ട. അത് തന്നെ. ബി പോസിറ്റീവ്, ഫുൾ പോസിറ്റീവ് ആണല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. ആണല്ലോ. ചേച്ചി കുഴപ്പമൊന്നുമില്ല, അടുത്ത പ്രാവശ്യം ബീറ്റ് ബഫിൽ വിളിച്ചിട്ട് നമുക്ക് നല്ല വീണ്ടും സമ്മാനം മേടിക്കണം. തീർച്ചയായും. അതാണ്. അപ്പൊ ഇനി നമ്മളെ കാണാൻ പോകുന്നത് ഈ പാട്ടാണ്. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? എന്റെ ഹസ്ബൻഡ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തേക്കും. ചേട്ടന്റെ പേരെന്തായിരുന്നു? മോഹൻദാസ്. മോഹൻദാസ്. അപ്പൊ മോഹൻ ചേട്ടന് വേണ്ടിട്ടാണ് ഈ പാട്ട്. മക്കൾക്ക് വേണ്ട? ഇരുന്നോട്ടെ, ഹസ്ബൻഡ് കഴിഞ്ഞ് മക്കൾക്കും കൂടെ ഇരുന്നോട്ടെ എന്നല്ലേ? അല്ല, ചേച്ചി കൊടുത്തില്ലെങ്കിൽ മക്കൾക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ഞങ്ങൾ കൊടുത്തോളാം. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും വിളിക്കുക, എപ്പോഴും ഇതുപോലെ പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ടാറ്റാ. നരേഷ് അയ്യർ പാടിയ മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. വാരണായിരം എന്ന സിനിമയിലുള്ള പാട്ട്.
അതിന് മുമ്പ് ഹർഷേ, ഓ. ഹർഷയ്ക്ക് സൂര്യയാണോ ഇഷ്ടം വിജയനെയാണോ ഇഷ്ടം? പെട്ടെന്ന് പറയണം. വിജയന്. സൂര്യന് ഇഷ്ടമല്ല. പക്ഷെ സൂര്യനെ ഇഷ്ടമാണ്. ഈ പാട്ടിനകത്തെ ബ്ലൂ കളർ ജീൻസും വൈറ്റ് ഷർട്ട് ഇടുന്നില്ലേ, ഒറ്റമോ ഒടുക്കത്തെ ലുക്ക്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. പക്ഷെ പണ്ടേ ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും അല്ല, അത് ചില ആൾക്കാർ ഇടുന്നത് മാത്രമാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ബ്ലൂ ജീൻസ്, ഇത് ബ്ലൂ അല്ല പക്ഷെ വൈറ്റ്, കുഴപ്പമില്ല. ലുക്കുള്ള ആളുകൾ ആ ഡ്രസ് ഇടുന്നത് അല്ല. പക്ഷെ എനിക്ക് വിജയൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു സൂര്യ ഫാനാണ്. അതുപോലെ തന്നെ വേറെ ആളും കൂടി ഇതിലുണ്ട്. നമ്മുടെ സിമ്രാൻ. സിമ്രാനെ കണ്ടിട്ടില്ലായിരുന്നു? സിമ്രാൻ നല്ല സുന്ദരിയായിരുന്നു അല്ലേ? നല്ല കിടിലൻ മൂവി ആയിരുന്നു എന്തായാലും. നല്ല നല്ല സിനിമയായിരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് അടുത്തൊരു കോളർ വന്നിട്ടുണ്ട്. സുന്ദരിയോ ആരാന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. സുന്ദരനാണ്. നമസ്കാരം, ഇതാരാണ്? എന്റെ പേര് സുധി. സുധി എവിടെന്നാ വിളിക്കണേ? പത്തനംതിട്ട. സുധി എന്ത് ചെയ്യാണ്? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഏതാ എടുത്തത് വിഷയം? ബികോം. ബികോമിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ പറയുമോ? ബികോമിന്റെ ഡെഫിനിഷൻ ചോദിച്ചാ ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് പോകും. അല്ല പിന്നെ ഇതെന്താണ്, മറ്റേ ഓൺലൈൻ ക്ലാസ് അല്ലേ? പാട്ട് പരിപാടിയിൽ വിളിച്ചിട്ട് ബികോം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാനാണല്ലേ? രക്ഷപ്പെട്ട് വരുമായിരുന്നു. ഇവിടെ വന്നാലും സമാധാനം ഇല്ലല്ലോ എന്നാണല്ലേ? സമാധാനമില്ല. 2 സപ്ലൈ ഉണ്ടായിരുന്നു, അതും ക്ലിയർ ചെയ്ത്. നമ്മുടെ 4 വർഷം കൊണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. 5 വർഷമായ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അതെ, ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സുധി, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട്. അടിച്ചുപൊളിയാണ്. അടിച്ചുപൊളിയാണ്. അപ്പൊ പാട്ടൊക്കെ പാടുവോ സുധി? ചെറുതായിട്ട്. ചെറുത് പാട്ട് ഇഷ്ടമാണ്. പാടും. അപ്പൊ ഒരു പാട്ട് പാടൂ. പാടിക്കോ. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതഗാനായി വീണ്ടും എന്നിലേതോർമകളായി കിനാവിലെ മുത്തേ നീ വന്നു. ഹലോ. പാട്ട് പാടിയപ്പോഴത്തേക്ക് നേരത്തെ സുധി തന്നെയാണോ ഈ സുധി എന്ന് നമ്മൾ അതെ സംശയം തോന്നിപ്പോയി. ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കേട്ടാലോ? ബിജിയും കേട്ടാലോ? കേക്കാം. പാടിക്കോളൂ. ഹേമന്തമൻ കൈക്കുമ്പിളിൽ നിറയും നിലാപ്പൂ നീ. അത്രേ അറിയുള്ളൂ. ഞാനിങ്ങനെ ആസ്വദിച്ചിങ്ങ് വരികയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഫുള്ളായിട്ട് അങ്ങ് പാടുന്ന ലക്ഷണമൊക്കെയാണ് കണ്ടു തുടങ്ങിയത്. ഞാനും പാടി വന്നു, പക്ഷെ പകുതിക്ക് വെച്ച് നിന്ന് പെട്ടെന്ന് മറന്നുപോയി. സാരമില്ല, എനിക്കൊന്ന് 2 ലൈൻ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? അപ്പൊ എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലേ? ഓരോ വാക്കും ഓരോ വരിയായിട്ട് എഴുതണം, എന്നാലേ 2 വരിയൊക്കെ കഴിയുള്ളൂ. എന്നാലും കുഴപ്പമില്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട്. സമ്മാനം ഹർഷയാണ് കൊടുക്കണേ. കൊടുത്തോളൂ. ഞാൻ സമ്മാനം തരണോ? ബികോം ഒക്കെ എഴുതി എടുക്കൂ. ബികോം എഴുതി എടുത്ത് റിസൾട്ട് വന്നു, 2ഉം കിട്ടി. ആണോ? അപ്പൊ എന്തായാലും സമ്മാനം തന്നേക്കാം. സമ്മാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3GB നെറ്റ് പാക്ക് ഉണ്ട്, പ്ലസ് ഫോവിഷ് മാട്രസിന്റെ ഒരു കിടിലൻ സമ്മാനം. അങ്ങനെ 2 സമ്മാനങ്ങളാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പൊ ഉടനെ തന്നെ പത്തനംതിട്ടയിലുള്ള വീട്ടിലേക്ക് ഈ സമ്മാനം എത്തുന്നതായിരിക്കും. ഓക്കെ. സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും സമ്മാനം കിട്ടി. ഈ പാട്ടാണ് ഇനി, ഈ പാടിയ പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആ പാട്ട് ഇനി ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? ഞാൻ ബികോം പഠിച്ച കോളേജിലെ UIT മണ്ണടി, അവിടെ എല്ലാവർക്കും വേണ്ടി, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് കാണാം അല്ലേ? അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി. സമ്മാനങ്ങൾ പെട്ടെന്ന് എത്തുന്നതായിരിക്കും. ഇനിയും പരിപാടിയൊക്കെ കാണണം കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കണേ. ഓക്കെ. പത്തനംതിട്ടയെന്ന് സുധി വിളിച്ചതായിരുന്നു. ബികോമിന്റെ ഡെഫിനിഷനൊക്കെ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ സുധി കണ്ടുവച്ച് കാണുമായിരിക്കും. ഉറപ്പായിട്ട് പഠിച്ചു കാണും, കാണാപ്പാടം പഠിച്ചു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും പറഞ്ഞു നമ്മുടെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നണേ പല ആൾക്കാർ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ തീരെ ശരിയല്ല, നിങ്ങളുടെ എപ്പിസോഡ് പെട്ടെന്ന് തീരുന്നു എന്നൊക്കെ പറയണ്. അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത് വലുതാക്കണം എന്ന്. പക്ഷെ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ഇനി 1 മണിക്കൂറാക്കാൻ പറ്റില്ലല്ലോ. പാട്ടിൻ്റെ ഇപ്പം കത്തിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇത് പോകണം പെട്ടെന്ന് തീർന്നു പോലെ പാട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റണില്ല എന്നൊക്കെ ഒരുപാട് കംപ്ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളും ആ വിഷമം അംഗീകരിക്കുന്നു. ഇനി അങ്ങോട്ട് ചിലപ്പം 1 മണിക്കൂറൊക്കെ നമുക്ക് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം നിങ്ങൾ പറയല്ലോ നമ്മൾ കത്തിയാണെന്നല്ലേ. അതെ, 1 മണിക്കൂറൊക്കെ കത്തി വെക്കണേ. മറ്റേ നമുക്ക് 1/2 മണിക്കൂർ കത്തി സഹിച്ചാൽ മതിയല്ലോ അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ കത്തി ഇവിടെ തീരുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കത്തി വെക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എപ്പോഴും ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൽ ID എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ beatbuffjh@gmail.com എന്നാണ്. അതുപോലെ നമ്മുടെ FB പേജ് JH beatbuff എന്നാണ്. അതിലേക്ക് നിങ്ങളുടെ ലൈക്കുകളും അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അയക്കുക. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഷുവർ തന്നിരിക്കുന്നല്ലേ, നമ്മുടെ എപ്പിസോഡിലേക്ക് മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുമെന്ന് നമ്മൾ ചുമ്മാ പറയല്ല, നമ്മൾ വിളിച്ചിരിക്കും. അപ്പോൾ മെയിലുകളൊക്കെ അയക്കുക അല്ലേ. മെയിലുകൾ മാത്രമല്ല നമ്മുടെ കത്തി കൂടുന്നതിനെ കുറിച്ച് നിങ്ങൾ അയക്കുക. നമ്മൾ കത്തി കുറയ്ക്കാം അല്ലേ. കുറയ്ക്കൂല, കുറച്ച് ചെറുതായിട്ട് കുറയ്ക്കാം അല്ലേ. അതായത് കത്തി കുറയ്ക്കാൻ പറ്റൂല. കത്തി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല അല്ലേ. കുറച്ചെങ്കിലും കത്തിയൊക്കെ വേണ്ട എന്തായാലും. അതെ, ജീവിതത്തിൽ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കത്തി കൂടുകയാണ്. അതിന്റെ പേര് കത്തി എന്നുള്ള വാക്കിന്റെ പുറത്താണ് ഈ പോണത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഒത്തിരി നല്ല പാട്ടുകളായിട്ട്, ഒത്തിരി പാട്ട് പാടുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ വീണ്ടും വരും. നിങ്ങളൊക്കെ പാട്ട് പാടാനൊക്കെ റെഡി ആയിട്ട് നിന്നോ അല്ലേ. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. Gift sponsored by Sukhanitrekai Hovish Mattress.